മക്കളൊക്കെ പോയോ? മക്കളെ 2 പേര്. അത് ശരി. മൂത്താള് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്നു. രണ്ടാമത്താള് 7ാം ക്ലാസ്സില്. രണ്ടാമത്തെ 7ാം ക്ലാസ്സില്. ഓക്കെ. എനിക്ക് കോൾഡ് പിടിച്ചു, അതാണ് ശബ്ദമൊക്കെ പോയിരിക്കാണ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അശ്വതി. എന്താണ് സന്തോഷം? വളരെ ഹാപ്പി മൂഡിലാണല്ലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അടുത്ത ക്ലാസ് ആണ് എന്റെ ഏട്ടാ. ആരുടെ? നാസില. നാസില പുതിയ കുട്ടിയാ? മിസ്സിന്റെ ആദ്യത്തെ ക്ലാസ് ആണ്. എനിക്ക് അറിയില്ലായിരുന്നു ക്ലാസ് തുടങ്ങിയത്. ക്ലാസ് തുടങ്ങിയത് അറിയില്ലായിരുന്നു. ഗുഡ് മോർണിംഗ്. അത് ശരി. അതുകൊണ്ട് ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് ആണ്. അത് ശരി. ലേറ്റ് ആയി വന്നാലും ലേറ്റസ്റ്റ് ആയി വരുവേ അല്ലേ? ജസ്ന, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ലതന്നെ. ആ മുഖം ഒന്ന് കാണട്ടെ. സുന്ദരമായ ആ മുഖം കാണുമ്പോ എനിക്കൊരു സന്തോഷം കിട്ടും. ഇവിടെ ജസ്ന ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ഓൺ ചെയ്യൂ. ജസ്നയെ കണ്ടില്ലല്ലോ. കുട്ടികളൊക്കെ ആയിട്ടാണല്ലേ ക്ലാസ്സിലിരിക്കണേ? ഒരാളുള്ളൂ. അത് ശരി. കുട്ടിയും കൂടി കേട്ടോട്ടെ ഇംഗ്ലീഷ്. അവൻ ഭാവിയിൽ ഒരു പണ്ഡിതനാവട്ടെ ഇംഗ്ലീഷില്, അല്ലേ? അവനൊരു ഇംഗ്ലീഷ് പണ്ഡിതനായി തീരട്ടെ. അവൻ നോക്കണുണ്ട് എന്നെ. ഓക്കെ. ഒരു 3 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യാനുള്ളവരൊക്കെ ഒന്ന് ജോയിൻ ചെയ്തോട്ടെ കേട്ടോ. പിന്നെ നിത്യ ശ്രീജിത്ത് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും തുടക്കത്തിലേ പറഞ്ഞതാണ്. നമ്മള് സംസാരിച്ചു കഴിഞ്ഞാല് മ്യൂട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഇല്ലെങ്കിൽ മറ്റുള്ളവർക്കും കൂടി അത് കേൾക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ പറയണത് ചിലപ്പോ മറ്റുള്ള കുട്ടികൾ ചിലപ്പോ കേൾക്കണുണ്ടാവൂല. കാരണം എന്ന് വെച്ചാൽ ഒരാള് അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് ആരാ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ്. അപ്പൊ ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? മറ്റുള്ളവർക്ക് ഞാൻ എന്ത് പറയണം എന്നുള്ളത് അവർക്ക് കേൾക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ ഒരാളുടെ ക്ലാസ് നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഞാൻ ഇതൊക്കെ പറയണത് കേൾക്കണുണ്ടോ? ആ അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ചെയ്യണം എന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറയുമ്പോൾ മാത്രം അൺമ്യൂട്ട് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പൊ മ്യൂട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ പറയണത് മറ്റുള്ളവരിലേക്ക് കേൾക്കണ്ടേ അവര്? നിങ്ങളെ പോലെ തന്നെ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് അല്ലേ അവരും? വളരെ ആഗ്രഹത്തോടുകൂടി ക്ലാസ് കേൾക്കാൻ വന്നിരിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ അല്ലേ? പറഞ്ഞാ കേട്ടില്ലെങ്കിൽ വടിയെടുത്ത് നല്ല അടി തരും അല്ലേ? ഞാൻ അങ്ങോട്ട് എവിടെയാണ്, കോട്ടയത്തായാലും കൊല്ലത്തായാലും തിരുവനന്തപുരത്തായാലും ഞാൻ വന്ന് പാഴ്സലായിട്ട് ഞാൻ അടി തരും. അനുസരണക്കേട് കാണിക്കരുത് കേട്ടോ. ആരോട്? പ്രിയ കുട്ടിനോട് വീണ്ടും വീണ്ടും ഞാൻ പറയണോ? മ്യൂട്ട് ചെയ്ത് വെച്ചേ കൊച്ചേ. എത്ര പ്രാവശ്യം പറയണം കേട്ടോ? മത്തായി, ഞാൻ ഇനി സുവിശേഷം പറയണോ? മ്യൂട്ട് ചെയ്തോ? ഓക്കെ, വെരി ഗുഡ്. നല്ല കുട്ടികളാണ് കേട്ടോ. അപ്പൊ ടീച്ചർ പറയണ പോലെ ഒന്ന് അനുസരിച്ച് എല്ലാവരും ഇരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഞാനിപ്പോ എന്താണ് വയ്യാത്തോണ്ട് വീട്ടിലിരുന്നാണ് അപ്പോ എടുക്കണം. ചിലപ്പോ നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ ബോർഡ് മാത്രം കാണാൻ പറ്റുള്ളൂ, എന്നെ കാണാൻ പറ്റില്ല.
അപ്പോ ഇടക്കിടക്കൊക്കെ ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ ആരെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്യാ, എല്ലാവരും ഒന്ന് അൺമ്യൂട്ട് ചെയ്യണ്ട. ഞാൻ ചോദിക്കുമ്പോൾ ആരെങ്കിലും ഉത്തരം. അപ്പൊ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മള് കുഴപ്പമില്ല, എനിക്ക് അങ്ങനെ കേറാനായിട്ടൊക്കെ പറ്റും. എല്ലാ അസുഖം കൊണ്ടാണ് കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് എന്താണ് നമ്മൾ പഠിച്ചതെന്ന് ഓർക്കണുണ്ടോ? റിമെമ്പർ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഫുൾ ഫോം ഓഫ് ഇംഗ്ലീഷ് അല്ലെ, ഫുൾ ഫോം ഓഫ് ഇംഗ്ലീഷ്, ഫുൾ ഫോം ഓഫ് ഗ്രാമർ ആൻഡ് പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെ. പാർട്സ് ഓഫ് സ്പീച്ചിന്റെ അതിന്റെ 8 കാറ്റഗറീസിനെ കുറിച്ച് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ ഇപ്പൊ. ഓരോരോ കാറ്റഗറീസ് എന്തൊക്കെയാണെന്ന് ഇപ്പൊ പറയണം നമ്മൾ അല്ലെ. അല്ലെ ആഷ്ന അല്ലെ? അപ്പൊ അതൊക്കെയാണ് നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെ. അപ്പോ നൗണ് എന്താണെന്ന് നമ്മൾ മനസ്സിലായി അല്ലെ. ഒരു സ്ഥലത്തിന്റെ പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരോ അല്ലെങ്കിൽ ഏത് ഒരു അനിമലിന്റെയോ അതില് റിവർ ആയിക്കോട്ടെ, കൺട്രി ആയിക്കോട്ടെ, ഭാഷയായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിന്റെ ഒക്കെ പേര് വന്നു കഴിഞ്ഞാൽ പ്ലേസിന്റെ, സ്ഥലത്തിന്റെ പേരോ ലാംഗ്വേജിന്റെ പേരോ ഒരു കൺട്രിയുടെ പേരോ അല്ലെങ്കിൽ ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പേരോ ഒരു മൃഗത്തിന്റെ പേരോ എന്തുമായിക്കോട്ടെ അതെല്ലാം ഉൾപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നൗൺ എന്ന് പറയുന്നത് അല്ലെ. നൗൺ അല്ലെ. ചിത്ര സിംഗ് എ സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിത്ര സിംഗ് എ സോങ് അല്ലെ. അപ്പൊ എന്താ സിംഗ്സ് എ സോങ് അല്ലെ. ചിത്ര സിംഗ്സ് എ സോങ്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ചിത്ര എന്ത് ചെയ്യാണ്? ഒരു പാട്ട് പാടുകയാണ്. ചിത്ര പാടുകയാണ് അല്ലെ. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ നടക്കുന്ന കാര്യമാണ് അല്ലെ. അപ്പോ ഇപ്പൊ സംഭവിക്കുന്ന കാര്യമാണ് ചിത്ര സിംഗ്സ് എ സോങ്. സോങ് പാടുകയാണ്. അപ്പോ പാടുന്നു എന്ന് പറയാം. ചിത്ര സിംഗ്സ് എ സോങ് എന്ന് വെച്ചാൽ ചിത്ര പാട്ട് പാടുന്നു എന്നാണ് അല്ലെ. പാടുകയാണെന്ന് പറയുമ്പോൾ ചിത്ര ഈസ് സിംഗിങ് അല്ലെ. ചിത്ര പാട്ട് അല്ലെ. ചിത്ര ഈസ് സിംഗിങ് എ സോങ്. ചിത്ര ഒരു പാട്ട് പാടുകയാണ്. അപ്പൊ അത് ഗ്രാമറിലേക്ക് വരുമ്പോ, വേറൊരു ഇതിലേക്ക് വരുമ്പോ ഞാൻ പഠിപ്പിച്ചൊക്കെ തന്നോളാം കേട്ടോ. ടെൻസസിന്റെ ഇതിലേക്ക് വരുമ്പോ പഠിപ്പിച്ചുതരാം. അപ്പോ ഇതെന്താണ് ഇവിടെ ആരാ പാടുന്നത്? ഹു ഈസ് സിംഗിങ്? ചിത്ര അല്ലെ. അപ്പൊ നമുക്ക് ചിത്ര ഈസ് സിംഗിങ് അല്ലെ. ചിത്രയാണ് പാടുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ എന്ത് കിട്ടി? ഹു ഈസ് സിംഗിങ് അല്ലെ. അപ്പൊ ചിത്ര ഈസ് സിംഗിങ് അല്ലെ. അപ്പൊ ചിത്ര എന്ന് പറയുന്ന പേരെന്ത് ചെയ്തിട്ടുണ്ട്? സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇല്ലേ? ചിത്ര എന്ന പേര് എടുത്തു പറഞ്ഞിരിക്കുന്നു അല്ലെ. അപ്പോ അതുകൊണ്ട് അല്ലെ, അങ്ങനെയുള്ള നൗൺസിനെയാണ് പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത്. എന്ത് നൗൺ എന്നാ പറയുന്നത്? പ്രോപ്പർ നൗൺ എന്ന് പറയുന്നത് അല്ലെ. പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇപ്പൊ പറയുന്നത് അശ്വതി ഈസ് എ ഡാൻസർ. അശ്വതി ഈസ് എ ഡാൻസർ അല്ലെ. അപ്പൊ ഹു ഈസ് അശ്വതി? ആരാണ് അശ്വതി? അശ്വതി ഈസ് എ ഡാൻസർ അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ് ഫൗസിയ ഈസ് എ ടീച്ചർ എന്ന് പറയണ്. കുറച്ചാൾ കഴിയുമ്പോ അങ്ങനെയാവും അല്ലെ. ഫൗസിയ ടീച്ചർ അല്ലെ. ഹു ഈസ് ഫൗസിയ? ഫൗസിയ ഈസ് എ ടീച്ചർ. നമുക്ക് എന്തായി മോളെ? ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു ടീച്ചർ. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ കേട്ടോ മോനെ. അതെ, ചിലര് ആദ്യമായിട്ട് കയറണ കുട്ടികളില്ലേ ഇതിനകത്ത്? അപ്പൊ അതുകൊണ്ട് അവർക്കും കൂടി വേണ്ടിയാട്ടോ ടീച്ചർ പറയണ കേട്ടോ. നിങ്ങൾ ഒന്ന് കേട്ടിരിക്കാട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടവരൊന്ന് കേട്ടിരുന്നാ മതി. അവർക്കും കൂടി കിട്ടണ്ടേ ബേസ്, അവർക്കും കൂടി കിട്ടണ്ടേ. അതുകൊണ്ടാണ് കേട്ടോ പറയണ കേട്ടോ. അപ്പോ അല്ലേ. അപ്പോ എന്തിനാ പറയുന്നത്? അപ്പൊ നമ്മൾക്ക് ആരാണ് അവിടെ ചെയ്യുന്നത്
എന്താണ് അവിടെ എന്താണെന്നുള്ളത് അല്ലെ, ആരാണെന്നുള്ളത് നമുക്കൊരു സ്പെസിഫിക്കേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. ആ സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അതിൽ നിന്നും എന്ത് കിട്ടുന്നു, വി വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ അല്ലേ. ആ കറക്റ്റ് ആൻസർ നമുക്ക് അതിൽ നിന്ന് സ്പെസിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്നില്ലേ? ഇല്ലേ? ആ ഉണ്ട് അല്ലേ. ആ അപ്പൊ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അല്ലെ, ഞാൻ അടുത്ത സെന്റൻസ് വന്ന് ഇവിടെ വെറുതെ പറഞ്ഞു, ഷീ ഈസ് എ ഡാൻസർ. ഹൂ ഈസ് എ ഡാൻസർ? ക്യാൻ യു ഗസ് ദ ആൻസർ? Can you find the answer from that sentence? No. ഇല്ല അല്ലേ, നമുക്കറിയില്ല. Who is that person? She is a dancer എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന ഒരാളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഷീ ഈസ് ദാറ്റ് അല്ലെ, നമുക്ക് എന്തെന്ന് മനസ്സിലാക്കാം, വി ക്യാൻ റെക്കഗ്നൈസ് ദാറ്റ് ഷീ ഈസ് ദാറ്റ് പേഴ്സൺ അല്ലെ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവളാണ് ആ പേഴ്സൺ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഞാൻ ഇവിടെ ഷീ ഈസ് എ ഡാൻസർ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഹു ഈസ് ദാറ്റ് പേഴ്സൺ എന്ന്? ഹിയർ ഇല്ല അല്ലെ. അത് എനിക്ക് മാത്രം അറിയാൻ പാടുള്ളൂ ആരാണ് ആ പേഴ്സൺ എന്ന് അല്ലെ. നിങ്ങൾ ആർക്കും അറിയില്ല ആ പേഴ്സൺ ആരാണെന്ന്. എനിക്കറിയാം പക്ഷെ ആ പേഴ്സൺ ആരാന്ന്. പക്ഷെ നിങ്ങൾക്ക് ആർക്കും അറിയാത്തത് കൊണ്ട് ആ പേഴ്സൺ എന്താണ് ഉപയോഗിച്ചത്? നമ്മൾ നേരത്തെ ചിത്ര ഈസ് സിംഗിങ് അല്ലെ, ചിത്ര പാടുന്നു. അതിന് പകരമായിട്ട് ചിത്ര ഈസ് സിംഗിങ്, ചിത്ര ഈസ് ഡാൻസിങ്, പിന്നെ ചിത്ര ഈസ് എ ടീച്ചർ. അങ്ങനെ ഞാൻ 3 പ്രാവശ്യം ഇങ്ങനെ ആവർത്തിച്ച് ചിത്ര എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? This happens a boring അല്ലെ, റിപ്പീറ്റേഷൻ അല്ലെ, റിപ്പീറ്റേഷൻ ഓഫ് ദാറ്റ് നെയിം അല്ലെ. ആ നെയിം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ. ആ നെയിം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് കൊണ്ട് അല്ലെ, റിപ്പീറ്റ് ചെയ്തു പോകുന്നു അല്ലെ. അപ്പൊ ആ റിപ്പീറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ്, വി ഷുഡ് അവോയ്ഡ് ദാറ്റ് റിപ്പീറ്റേഷൻ അല്ലെ. ആ റിപ്പീറ്റേഷൻ നമ്മൾക്ക് അവോയ്ഡ് ചെയ്തിരിക്കണം അല്ലെ. ആ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ദ അവോയ്ഡിങ് ഓഫ് ദാറ്റ് നൗൺ അല്ലെ. ആ നൗണിന്റെ അവോയ്ഡിങ്ങിന് വേണ്ടി എന്ത് ചെയ്യുന്നു, എന്തുകൊണ്ട് നമ്മള് റീപ്ലേസ് ചെയ്യുന്നതിനെ, അതിന് പകരമായിട്ട് instead of that noun അല്ലെ, that proper noun, instead of that proper noun we can use other one അല്ലെ. നമുക്ക് മറ്റൊന്ന് അവിടെ യൂസ് ചെയ്യാം. such type of nouns are called pronouns അല്ലെ. നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു നൗൺസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, പ്രോനൗൺ എന്ന് വിളിക്കുന്നത്. ഈ ഫരീദ റഹീമിനൊക്കെ നെറ്റ് ഇല്ല എന്നോണല്ലേ, അവിടെ നെറ്റ് ഇഷ്യൂസ് ഉണ്ട് അവിടെ. ലെഫ്റ്റായി പോകുന്നവരുടെ കാര്യം ഉണ്ടോ ഞാൻ ചോദിച്ചാ കേട്ടോ, അവരെന്ത് ചെയ്യാ. ഓക്കെ, അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ വൈറ്റ് ബോർഡാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ചു നേരത്തൊക്കെ എന്നെ കാണില്ല കേട്ടോ. കോമൺ നൗൺ. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിക്കാവോ? ചോദിച്ചോളൂ. നമ്മളിപ്പോ ഷീ ഗോസ് ടു സ്കൂൾ എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതില് സ്കൂൾ എന്നുള്ളതും കോമൺ നൗൺ അല്ലേ മോനെ? അതെ, ഇവിടെ കോമൺ നൗൺ ആണെങ്കിൽ പോലും അത് എവിടെയാണെന്ന് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഷീ ഈസ് എ ഡാൻസർ അല്ലെ. ഷീ ഈസ് എ ഡാൻസർ എന്ന് പറയുമ്പോൾ ആ ഡാൻസറിന് ഞാൻ കൂടുതലായിട്ട് കൂടുതൽ ഇത് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ആദ്യത്തെ ആ നൗൺ ഉണ്ടല്ലോ, ആ നൗണിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വി ക്യാൻ വെരിഫൈ ദാറ്റ് ഇറ്റ് ഈസ് എ കോമൺ ഓർ പ്രോപ്പർ നൗൺ. മനസ്സിലായോ? അപ്പൊ ആദ്യം ശ്രദ്ധിക്കുക. ആദ്യം അങ്ങനെയാണ് അതിനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു സെന്റൻസിൽ എല്ലാം എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അല്ലെ എല്ലാം എക്സാമിൻ ചെയ്തിട്ട് അതിന്റെ ഒരു വെരിഫിക്കേഷൻ നടത്താനൊന്നും നമുക്ക് സാധ്യമല്ല. അത് പറ്റില്ല. എന്താണോ അവിടെ വന്നിരിക്കുന്ന മാറ്റങ്ങള് അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം. ഞാൻ നേരത്തെ ഗ്രാമറിന്റെ വിശദീകരണം തന്ന പോലെ അക്കോർഡിംഗ് ടു അല്ലെ, അക്കോർഡിംഗ് ടു ദ റീസൺ അല്ലെ.
റീസൺ അനുസരിച്ച് വി ക്യാൻ മോഡുലേഷൻ അല്ലെ, നമുക്കതിന് മോഡുലേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഓരോ നിയമങ്ങൾ ഉണ്ടാവും അതിന്, ഓരോ തിയറീസ് ആൻഡ് ലോസ് ഒക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഗ്രാമർ എന്ന് പറയുന്ന പാർട്ട് പോകുന്നത് തന്നെ. മനസ്സിലായോ? ഇപ്പൊ മലയാളത്തിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഗ്രാമറിന്റെ ഭാഗം നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ഗ്രാമറൊക്കെ മലയാളം ഗ്രാമർ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ട്. ഒന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടും രണ്ടും എഴുത്തുകൾ അല്ലേ. 16 ഓരോ ഗണവും മാറാതോരോ ഗണത്തിലും ഗുരു ഒന്നെങ്കിലും വേണം, പാതാതി പൊരുത്തമിത് കേകയാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. പഠിച്ചവര് ഇവിടെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പോഴത്തെ കുട്ടികളൊന്നും പഠിക്കണ്ടാവില്ല അല്ലെ. അപ്പൊ ഈ നിയമങ്ങൾ അനുസരിച്ച് ചിലപ്പോ അതിലൊക്കെ മാറ്റം വരും. ഗുരു ലഘു ഒക്കെ തിരിക്കുന്ന സമയത്ത് മാറ്റം വരും. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുണ്ട് ഈ ഗുരു ലഘു അവിടെ ABBC അങ്ങനെയുള്ള നിയമങ്ങളാണ് വരുന്നത്. മോണ്ടിസോറിയിലൊക്കെ അത് കുട്ടികൾക്ക് റൈം സ്കീം പഠിപ്പിച്ചു കൊടുക്കേണ്ട ആൾക്കാരൊക്കെയാണ് നിങ്ങള്. അതൊക്കെ വരും. അപ്പൊ അതൊക്കെ നിങ്ങളെ ഇതായിട്ട് പറഞ്ഞത് ഫോണറ്റിക്സ്, നിങ്ങൾ സംസാരിക്കുന്ന ഓരോ ഭാഷയുടേതായിട്ടുള്ള എവിടെ സ്ട്രെസ് കൊടുക്കണം, സിലബിളിൽ എവിടെയാണ് സ്ട്രെസ് കൊടുക്കേണ്ടത്, അതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട ആൾക്കാരാണ്. ഫോണറ്റിക്കൽ അല്ലെ, ഫോണറ്റിക്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കുട്ടികളെ നാളെ ഭാവിയിലേക്ക് കുട്ടികളെ ആ ഒരു കൈപിടിച്ച് ഉയർത്തേണ്ട നിങ്ങൾ അതൊക്കെ നന്നായിട്ടൊക്കെ പഠിച്ചിരിക്കണം. അപ്പൊ ഒരു കുട്ടി ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കറക്റ്റ് ആയിട്ട് അതിന് ടീച്ചർക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കണം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ റെഫർ ചെയ്തിട്ട് പറഞ്ഞു കൊടുക്കാനൊക്കെ നിങ്ങൾ തയ്യാറായിരിക്കണം. അപ്പൊ പറഞ്ഞു വരുന്ന ഒരു ടീച്ചർ എപ്പോഴും എന്തായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ. മാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ PDF-ന്റെ അകത്തൊരു അബ്സ്ട്രാക്ട് നൗൺ കൂടി കാണുന്നുണ്ട്, അതെന്താണെന്ന് പറഞ്ഞുതരാമോ? പറയാം കേട്ടോ. ഞാൻ നേരത്തെ ഒന്ന് നോട്ട് ഇട്ടപ്പോ അതെല്ലാം കൂടിയാണ് ഞാൻ നോട്ട് എഴുതിയതേ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങോട്ട് ഷെയർ ചെയ്തത് കേട്ടോ. അതുകൊണ്ട് വിഷമിക്കേണ്ട, ഇതൊക്കെ നമ്മൾ പഠിക്കാനുള്ളതാണ് കേട്ടോ. ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ? വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഇതിലേക്ക് പൊക്കോട്ടെ. ഓക്കെ മാം. ഷെയറിങ് വൈറ്റ് ബോർഡ് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം എന്നോട്. കാണുന്നുണ്ട്. കാണാത്തവര് ചിലപ്പോ നെറ്റ് ഇഷ്യൂസോ റേഞ്ച് പ്രോബ്ലംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കാണുന്നുണ്ടോ? എല്ലാ കുട്ടികൾക്കും കാണുന്നുണ്ടോ? ഇല്ല മാം, മാത്രമേ കാണുന്നില്ല മാം. ആരും കാണുന്നില്ല? കാണുന്നുണ്ട് അല്ലേ? എടുത്തോട്ടെ, എന്താ പറയട്ടെ ഞാൻ എന്നാല്. എനിക്ക് കാണുന്നില്ല, പ്രൊഫൈല് മാത്രമേ കാണുന്നുള്ളൂ. പ്രൊഫൈല് മാത്രമേ കാണുന്നുള്ളൂ? ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. റീജോയിൻ നോക്കട്ടെ എന്നാ. ഒന്നുകൂടി ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കിയേ. റീജോയിൻ ചെയ്താൽ മതി, ഫസ്റ്റ് എനിക്കും കിട്ടിയില്ലായിരുന്നു. ഒന്ന് റീജോയിൻ ചെയ്യുന്നാല്. ഓക്കെ, ഇപ്പൊ ക്ലിയർ ആയി മാം. ഇപ്പൊ ക്ലിയർ ആയോ? പറയട്ടെ എന്നാല്. ഞാനേ ആ കുട്ടികളും കൂടെ ഉള്ളത് കൊണ്ട് 8 കാറ്റഗറീസ് ഒന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെ 8 കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ നൗൺ, രണ്ടാമത്തെ പ്രോനൗൺ, മൂന്നാമത്തെ വെർബ്,
4 ആഡ്വർബ്, 5 പ്രപ്പോസിഷൻ, 6 അഡ്ജക്റ്റീവ് എഴുതിയോ? ഞാൻ അഡ്ജക്റ്റീവ് എഴുതിയിട്ടില്ല. അഡ്ജക്റ്റീവ്, 7 കൺജങ്ഷൻ, 8 ഇന്റർജെക്ഷൻ. ഇങ്ങനെ 8 കാറ്റഗറി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 9th one is already existing in the parts of speech, that is article or determiner. ഇതാണ് അപ്പോ മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 8 കാറ്റഗറീസ് ഓഫ് പാർട്സ് ഓഫ് സ്പീച്ച് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ ഈസ് നൗൺ, സെക്കൻഡ് വൺ ഈസ് pronoun, and third is verb, adverb, article, preposition, interjection. 9th one ഏതാണ്? 9th ഏതാ? Article and determiner. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി ഈ നൗണിനെ എന്തായിട്ട്, നൗണിനെ കൗണ്ടബിൾ എന്നും അൺകൗണ്ടബിൾ എന്നും തിരിച്ചിട്ടുണ്ട്. കൗണ്ടബിൾ ആൻഡ് അൺകൗണ്ടബിൾ. അപ്പോ ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. ഒരാൾ പോലും മറുപടി പറഞ്ഞു കഴിഞ്ഞാല് അൺമ്യൂട്ട് ചെയ്യരുത്. എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. ചോദിക്കുമ്പോ മാത്രം നിങ്ങള് അത് അൺമ്യൂട്ട് ചെയ്താൽ മതി കേട്ടോ. ഇനി കൗണ്ടബിൾ എന്ന് പറയുന്നത് that we can to quantify with a number. നമുക്ക് ഒരു നമ്പർ കൊണ്ട് നമുക്കതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. എന്നാണ് 1 ബുക്ക്, 2 eyes, 2 കണ്ണുകള്, അല്ല 2 പെൻസിൽസ്, 2 പെൻസിലുകള്, 3 ബോക്സസ്. അങ്ങനെ നമുക്ക് എണ്ണി എന്ത് പറയാൻ പറ്റും? ദാറ്റ് ക്വാണ്ടിഫൈ വിത്ത് എ നമ്പർ. ആ വസ്തുക്കളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നൗണിനെ we can quantify with a number. Such type of nouns are called countable nouns എന്ന് പറയും അല്ലെ. ഇനി അൺകൗണ്ടബിൾ എന്ന് പറയുമ്പോൾ നേരെ വിപരീതമായിരിക്കുള്ളൂ. അൺകൗണ്ടബിളിലേക്ക് വരുമ്പോൾ പ്രത്യേകത എന്താന്ന് വെച്ചാല് എന്താണ്? നേരെ ഇതിന്റെ വിപരീതമാണ്. അപ്പൊ എന്താണ്? വി കാണ്ട് അല്ലെ, കാണ്ട് ക്വാണ്ടിഫൈ വിത്ത് എ നമ്പർ. ഒരു നമ്പർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇറ്റ് റെപ്രസെന്റ് ആസ് an amount അല്ലെ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ റെപ്രസെന്റ് ആൻ എമൗണ്ട് അല്ലെ. പക്ഷെ നമുക്കതിനെ എങ്ങനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും? എമൗണ്ട് എന്ന രീതിയിൽ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും അല്ലെ. വി ക്യാൻ ക്വാണ്ടിഫൈ വിത്ത് എ നമ്പർ അല്ലെ. ഒരു നമ്പർ കൊണ്ട് അതിനെ എണ്ണി തീർക്കാനൊന്നും പറ്റില്ല. പക്ഷെ എമൗണ്ടിൽ നമുക്ക് പറയാം. കാരണം എന്താണ്? എക്സാമ്പിൾ ആയിട്ട് എന്ത് വരുന്നു? ഷുഗർ അല്ലെ, വാട്ടർ അല്ലെ. എത്ര ഷുഗർ എന്ന് പറയും? 2 kg ഷുഗർ അല്ലെ. ഇനി 1 ലിറ്റർ വാട്ടർ എന്ന് നമുക്ക് പറയാം അല്ലെ. അപ്പൊ അതേപോലെ എമൗണ്ടിലാണ് നമുക്ക് അതിനെ സൂചിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത്തരത്തിലുള്ള നൗൺസിനെയാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത്. അപ്പൊ നൗൺസിനെ 2 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് കൗണ്ടബിൾ and another one is uncountable. കൗണ്ടബിൾ ആണെങ്കിൽ കൗണ്ടബിളിനെ വി ക്യാൻ ക്വാണ്ടിഫൈ വിത്ത് എ നമ്പർ. ഒരു നമ്പർ കൊണ്ട് നമുക്ക് അതിനെ ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. എക്സാമ്പിൾ ആയിട്ട് 2 eyes, 1 nose, 2 ears അല്ലെ, 2 ചെവികള്. അങ്ങനെയൊക്കെ എടുത്തെടുത്ത് നമുക്ക് പറയാൻ പറ്റും അല്ലെ. ആ നമ്പറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പിക്ക് ഔട്ട് ദാറ്റ് നമ്പേഴ്സ് അല്ലെ. ആ നമ്പർ നമുക്ക് പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് അൺകൗണ്ടബിൾ we can quantify with
എ നമ്പർ അല്ലെ. ഒരു നമ്പർ കൊണ്ട് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഷുഗർ എന്ന് പറയുമ്പോൾ വാട്ടർ എന്ന് പറയുന്നത് H2O. ഒരു പാത്രത്തില് എത്ര H2O ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ഉണ്ടാവോ? ഒരു 1 ലിറ്ററില് എത്ര H2O ഉണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണി പറയാൻ പറ്റുമോ? കൊണ്ടുവച്ചിട്ട് നിങ്ങൾ പറഞ്ഞാല് അല്ലേ? വി കാൺ പോസിബിൾ അല്ലെ. ഒരു ചാക്കിൽ നിറയെ ഒരു പഞ്ചസാരയുണ്ട് അല്ലെ. എത്ര C6H12O6 ഉണ്ട് പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട്? ഒരെണ്ണത്തിൽ തന്നെ 6 കാർബണും 12 ഹൈഡ്രജനും 6 ഓക്സിജനും അടങ്ങിയതാണ് ഒരു ഷുഗർ എന്ന് പറയുന്നത്. ഇതിൽ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്ക് എണ്ണി എടുക്കാൻ പറ്റോ? ഇല്ല അല്ലെ. ഇറ്റ്സ് നോട്ട് പോസിബിൾ അല്ലെ. അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല എന്ന് നമുക്കറിയാം അല്ലെ. അപ്പോ അത്തരത്തിലുള്ള ഇതാണ് അൺകൗണ്ടബിൾ നൗൺസ് എന്ന് പറയുന്നത് കേട്ടോ. അതിനാണ് അൺകൗണ്ടബിൾ. അതിനെ എങ്ങനെ സൂചിപ്പിക്കാൻ പറ്റും? ഇൻ എമൗണ്ട് കേട്ടോ. എമൗണ്ടിൽ മാത്രമായിരിക്കും അതിനെ സൂചിപ്പിക്കാൻ സാധിക്കുക. ഇനി ഈ കൗണ്ടബിളിനെ വീണ്ടും നമ്മൾ തരംതിരിക്കുകയാണ് ചെയ്തത് അല്ലെ. വീണ്ടും കാറ്റഗറൈസ് ചെയ്തു, ഡിസ്റ്റിംഗ്വിഷ് ചെയ്തു അല്ലെ, വേർതിരിച്ചു അല്ലെ. ഒന്ന് പ്രോപ്പർ, രണ്ടാമത്തത് കോമൺ, തേർഡ് വൺ ഈസ് കളക്റ്റീവ്. തേർഡ് വൺ ഈസ് കളക്റ്റീവ് അല്ലെ. നല്ല ഓർമ്മയുണ്ട് എല്ലാവർക്കും അല്ലെ. കളക്റ്റീവ്. വെരി ഗുഡ്. പ്രോപ്പർ എന്താണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ചിത്ര സിങ്സ് അല്ലെ. ചിത്ര സിങ്സ്. ചിത്ര പാടുന്നു. ഇവിടെ സ്പെസിഫിക്കേഷൻ ഉണ്ട് അല്ലെ. ആരാ പാടുന്നത്? ഹു ഈസ് സിംഗിങ് ഹിയർ? അല്ലെ. ചിത്ര എന്നുള്ള ആൻസർ വി വിൽ ഗെറ്റ് ദ ആൻസർ അല്ലെ. വി ക്യാൻ പിക്ക് ദാറ്റ് ആൻസർ ഫ്രം ദാറ്റ് സെന്റൻസ് അല്ലെ. ആ സെന്റൻസിൽ നിന്ന് ആൻസർ നമുക്ക് പിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സച്ച് ടൈപ്പ് ഓഫ് നൗൺസ് ഈസ് കോൾഡ് പ്രോപ്പർ നൗൺ അല്ലെ. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോമൺ നെയിം, ഇൻ ദ കേസ് ഓഫ് കോമൺ നൗണില് എന്ത് സാധിക്കില്ല? അവൾ പാടുന്നു അല്ലെ. ഹു സിങ്സ്? ആര് പാടുന്നു? അറിയില്ല അല്ലെ. ദർ ഇസ് നോട്ട് റെക്കഗ്നൈസേഷൻ അല്ലെ. അവിടെ റെക്കഗ്നൈസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് എന്താണ്? ഷീ എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോനൗൺ ആണ് അല്ലെ. എന്താണ്? പ്രോനൗൺ, സർവനാമമാണ് അല്ലെ. എല്ലാത്തിനും ഉപയോഗിക്കാം അല്ലെ. ചിത്രയ്ക്ക് പകരമായിട്ട് നമുക്ക് ആര് ഉപയോഗിക്കാം? ഈ ഷീ ഉപയോഗിച്ചൂടെ? ചിത്ര എന്ന് 100 പ്രാവശ്യം പറയുന്നുണ്ട് അല്ലെ. നമ്മൾ ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആളുടെ പേര് തന്നെ എന്താണ്? രാജു പോയി, എന്താണ്? രാജു വീണ്ടും വന്നു, രാജു വീണ്ടും പോയി, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ആദ്യം എന്ത് പറയും? രാജു വന്നു, അവൻ അല്ലെ, അവൻ പോയി, അവൻ വീണ്ടും വന്നു, അങ്ങനെയല്ലേ പറയുള്ളൂ. അല്ലാതെ വീണ്ടും ആ പേര് തന്നെ എന്താണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കോ? ഇല്ല അല്ലെ. നമുക്ക് ഒരു തരത്തിൽ നമ്മൾ ഒരിക്കലും അത് റിപ്പീറ്റേഷൻ ചെയ്യുകയില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള നൗൺസ് ഒക്കെ എന്താണ്? അതിനൊക്കെ പ്രോനൗൺ എന്നാണ് പറയുന്നത്. ഷീ സിങ്സ് അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് ആരാണെന്നുള്ള ഒരു ആൻസർ ഒന്നും നമുക്ക് അവിടെ കിട്ടില്ല. ഇതൊക്കെ എന്ത് നൗണാണ്? കോമൺ നൗൺ. സർവമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. എല്ലാവർക്കും പൊതുവായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഷീയും ഹീയൊക്കെ ദേയൊക്കെ. അപ്പൊ അതാണ് കോമൺ നൗൺ. ഇനി കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നതാണ് ഒരു കളക്ഷൻ ആണ് അല്ലെ. അതായത് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് നൗൺ അല്ലെ. സെയിം ഗ്രൂപ്പ് ആയിരിക്കുള്ളൂ. ഒരു സെയിം ഗ്രൂപ്പ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചൊക്കെ നമ്മള് പറയണമെങ്കിൽ ഏതാണ്? ഈ കളക്റ്റീവ് നൗൺ അല്ലെ. ഒരു വ്യത്യസ്തമായ ഒരു ഇതിൽ പെടുന്ന ആൾക്കാരല്ല അല്ലെ. ഒരേ ഗ്രൂപ്പിൽ തന്നെ പെടുന്ന ആളുകളാണ് ഈ കളക്റ്റീവ് നൗണിൽ വരുന്നത് അല്ലെ. ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞത് ഫാമിലി അല്ലെ. ഫാമിലിയിൽ എന്തുണ്ട്? ബഞ്ച് ഓഫ് ഫ്ലവർ. ഫാമിലിയില് ഡിഫറെന്റ് ഇൻഡിവിജ്വൽസ് ആണുള്ളത് അല്ലെ. പല ഇൻഡിവിജ്വൽസ് കൂടി ചേർന്നതല്ലേ ഫാമിലി എന്ന് പറയുന്നത്. ക്ലാസ് റൂം അല്ലെ. കുറെ കുട്ടികളെല്ലാം ചേർന്നിരിക്കുമ്പോഴാണ് ഒരു ക്ലാസ് റൂം ഉണ്ടാകുള്ളൂ അല്ലെ. ഒരു ക്ലാസ് ഉണ്ടാകുള്ളൂ അല്ലെ. ഇതില് നിങ്ങള് ഒരു കുട്ടി മാത്രമാണ് ഇതില് പ്രസന്റ് ആണെങ്കിൽ എനിക്ക് ഇതിനകത്ത് ക്ലാസ് റൂം എന്ന് പറയാൻ പറ്റുമോ? ക്ലാസ് എന്ന് പറയാൻ പറ്റൂ? ഇതിന് നിങ്ങൾ ഒരുപാട് പേര് കൂടിയിരിക്കുന്നത് കൊണ്ടല്ലേ അതിന് ക്ലാസ് എന്ന് പറയുന്നത്.
അപ്പൊ അതെല്ലാം എന്താണ്? കളക്റ്റീവ് ആണ് അല്ലെ? അതായത് എന്ത് കാണിക്കുന്നു? സെയിം ഗ്രൂപ്പ് ഓഫ് നൗൺസ് ആണ് ഉൾപ്പെട്ടിരിക്കുന്നത്. സെയിം ഗ്രൂപ്പ് ഓഫ് നൗൺസ് അല്ലെ? ഇപ്പൊ ടീം എന്ന് പറയുമ്പോൾ ഒരു ടീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഒരുപാട് പ്ലെയേഴ്സ് ഉണ്ടാവും അല്ലെ? ഒരു ഫുട്ബോൾ ടീം ആണെങ്കിൽ എത്ര പാർട്ടിസിപ്പൻസ് അതിൽ അവിടെ ഉണ്ടാവും? 11 പാർട്ടിസിപ്പൻസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് ടീം അല്ലെ? ആ ടീമില് 11 കളിക്കാരുണ്ടെങ്കിൽ മാത്രമാണ് ഒരു ടീം എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? ആ ടീം വർക്ക് ടീം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഒരു ടീം ഉണ്ടാവും, ഫുട്ബോൾ ടീം ഉണ്ടാവുള്ളൂ. ക്രിക്കറ്റ് ആയാലും എന്ത് ഇതായാലും അവിടെ കുറെ പ്ലെയേഴ്സ് ഉണ്ടാവും അല്ലെ? അവരെല്ലാം കൂടി ചേർന്നായി ടീം എന്ന് പറയുന്നത്. അതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി അല്ലേ? ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി അൺകൗണ്ടബിളിനെ നമ്മൾ ഇനി ഡിസ്റ്റിങ്വിഷ് ചെയ്യും അല്ലെ? അൺകൗണ്ടബിളിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുമ്പോഴാണ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഒരു ഇടക്കേറ് നിങ്ങളുടെ ഇതിലെ ഒരാൾ നോട്ടിൽ വന്നേക്കണ ആൾക്കാർ, കോൺക്രീറ്റ് നൗൺ, അതിനെ മെറ്റീരിയൽ നൗൺ എന്ന് കൂടി പറയൂട്ടോ. മെറ്റീരിയൽ. പിന്നെ abstract noun. അപ്പോ uncountable nouns are differentiated into two. First is concrete noun or material noun, and the second one is abstract noun. രണ്ടാമത്തത് abstract noun ആണ്, ആദ്യത്തേത് കോൺക്രീറ്റ് noun അല്ലെങ്കിൽ മെറ്റീരിയൽ noun. ഇനി എന്താണ് ഈ കോൺക്രീറ്റ് noun എന്ന് നോക്കാം അല്ലെ? കോൺക്രീറ്റിന് എന്തുണ്ട്? ഒരു കല്ല്. ഇതൊരു എന്താണ്? കല്ലാണെന്ന് വിചാരിക്കേ. ഈ കല്ല് എന്തുണ്ട്? ഇതിന്റെ ആകൃതി ഞാൻ ഇവിടെ വരക്കണമെങ്കിൽ അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം? ഈ കല്ലിന് ഹലോ കേൾക്കുന്നില്ലേ? കണ്ടിട്ടുണ്ട് അല്ലെ? ഞാൻ കണ്ടിട്ടുണ്ട്, അതിനെ തൊട്ടിട്ടുണ്ട് അല്ലെ? അതിനെ കുറിച്ചൊരു ഐഡിയാസ് ഒക്കെ എനിക്ക് നന്നായിട്ടുണ്ട് അല്ലെ? കാണുകയും അതിനെ കേൾക്കുകയും, അതിനെ കാണുകയോ കേൾക്കുകയോ തൊടുകയോ ഇതെല്ലാം ഞാൻ ചെയ്തിട്ടാണ് അതിന്റെ ആ പിക്ചർ എന്റെ മനസ്സില് ഉണ്ടാവും അല്ലെ? അതിന്റെ ആ ഒരു ആ ഫീച്ചേഴ്സ് അല്ലെ? അതിന്റെ ഫീച്ചേഴ്സ് എന്തായാലും എന്റെ മനസ്സിലുണ്ട് അല്ലെ? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിന്റെ, നിങ്ങളുടെ വീട്ടിലെ ഒരു ഫ്രിഡ്ജിന്റെ പടം വരയ്ക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റില്ലേ? എന്തായാലും വലിയ ചിത്രകാരന്മാരെല്ലാങ്കിൽ പോലും അല്ലെ? വലിയൊരു ചിത്രകാരന്മാരെല്ലെങ്കിൽ പോലും നിങ്ങൾക്കൊരു ഏകദേശം ഐഡിയാസ് അതിനെ കുറിച്ച്. ഫ്രിഡ്ജ് എന്ന് പറയുമ്പോ തന്നെ വേഗം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വന്നു കഴിഞ്ഞു അല്ലെ? അതിന്റെ രൂപവും എല്ലാ കാര്യങ്ങളും അല്ലെ നിങ്ങളുടെ ഇതിലേക്ക് അല്ലെ? അതിന്റെ ഉള്ളിലിരിക്കുന്ന വസ്തുക്കൾ വരെ നിങ്ങളുടെ ഓർമ്മയിൽ വന്നിട്ടുണ്ടാവും ഇല്ലേ? അതെല്ലാം നിങ്ങളുടെ കൺമുന്നിൽ വന്നില്ലേ? അത് വന്നു അല്ലെ? കാരണം എന്താണ്? കാരണം ഓൾറെഡി അത് കണ്ടിട്ടുള്ളതുകൊണ്ട്. ഓൾറെഡി നമ്മൾ അത് കണ്ടിട്ടുണ്ട്, നമുക്ക് അതിനെ കുറിച്ച് അറിയാം അല്ലെ? ഇതൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മള് എന്ത് ചെയ്ത് അതിനെ കുറിച്ച് അറിയാൻ പറ്റും. അതായത് ഫിസിക്കലി ആൻഡ് ക്യാൻ ബി സീൻ, ടച്ച്, സ്മെൽ, ഹേർഡ് ഓർ ടേസ്റ്റ് അല്ലെ? ടേസ്റ്റ് അല്ലെ? നമ്മൾ ഫിസിക്കലി അല്ലെ? ആ ഒരു ഫിസിക്കലി ആയിട്ട് ഒരു റിയാലിറ്റി അവിടെ ഉണ്ട് അല്ലെ? ഒരു ഫിസിക്കൽ റിയാലിറ്റി അവിടെ ജനറേറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ നമുക്ക് അതിനെ വരക്കാൻ പറ്റിയത്. അപ്പൊ അതിനൊരു ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട്. ഈ ഫിസിക്കൽ റിയാലിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടാഞ്ചബിൾ ആണ്. അതിനെ കാണാനും കേൾക്കാനും അറിയാനും ഒക്കെ നമുക്ക് സാധിച്ചിട്ടുണ്ട് അല്ലെ? സോ ഇറ്റ്സ് കോൾഡ് എ ടാഞ്ചബിൾ തിങ് അല്ലെ? that has a physical reality അല്ലെ? അതിനൊരു ഫിസിക്കൽ റിയാലിറ്റി ഉണ്ട് അല്ലെ? അങ്ങനെയുള്ള നൗൺസിനെയാണ് such type of nouns are called as concrete nouns അല്ലെ? or material noun. Okay, and the second is abstract.
then the abstract noun is just opposite of a concrete noun. കോൺക്രീറ്റ് നൗണിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. അപ്പൊ എന്തില്ല അവിടെ? നേരത്തെ ഫിസിക്കൽ റിയാലിറ്റി ഉണ്ടായിരുന്നു അല്ലെ? There is a physical reality in the concrete noun, but here no physical reality അല്ലെ? ഒരു ഫിസിക്കൽ റിയാലിറ്റി ഇവിടെ ഇല്ല. കുറച്ച് ഹാപ്പി എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലെ? എന്താണ് അതിന്റെ ഫിസിക്കൽ റിയാലിറ്റി? ഹാപ്പി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇമോജിസ് ഇടാം. ഐ ആം വെരി ഹാപ്പി എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു അല്ലെ ഇമോജീസ് ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് മനസ്സിലായി ഹാപ്പി. പക്ഷേ എന്താണ് ഇത് യഥാർത്ഥത്തിൽ ഇത് ഹാപ്പി എന്നതിന്റെ രൂപമാണോ അത്? അല്ലേ? അതിന്റെ ഹാപ്പി എന്നതിന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമോജി എന്ന് മാത്രം അല്ലെ? നമുക്ക് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി മാത്രം അല്ലെ? ഇപ്പൊ ലവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഇമോജി ഇടുന്നു അല്ലെ? സ്നേഹം എന്ന് പറയുമ്പോൾ അല്ലെ? പക്ഷെ യഥാർത്ഥത്തിൽ സ്നേഹം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുത്തുകൊണ്ട് മുന്നിൽ കൊണ്ടുവന്ന് വെക്കാൻ പറ്റുമോ അതിനെ? അല്ലേ? സാധിക്കില്ല അല്ലേ? ബിക്കോസ് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ റിയാലിറ്റി അല്ലെ? അവിടെ എന്തില്ല? ഒരു ഫിസിക്കൽ റിയാലിറ്റി ഇല്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? ജസ്റ്റ് ഫീലിങ്സ് ആൻഡ് എക്സ്പ്രഷൻസ് അല്ലെ? ആ ഫീലിങ്സോ അതിന്റെ ആ എക്സ്പ്രഷൻ ഉണ്ടാകുന്ന ആ ഒരു അനുഭവങ്ങളോ മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. ദാറ്റ് ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അല്ലെ? അതിനെ തൊടാൻ കഴിയോ? ഇല്ല അല്ലെ? വി കാൻ ടച്ച്, വി കാൻ സീ അല്ലെ? വി കാൻ സീ അല്ലെ? നമുക്ക് കാണാൻ കഴിയില്ല. വി കാൻ ഹിയർ അല്ലെ? കേൾക്കാൻ കഴിയില്ല. ഒരു മ്യൂസിക് പോലെ കേൾക്കാനൊന്നും അതിന് സാധിക്കില്ല. മ്യൂസിക് നമ്മൾ ആസ്വദിക്കാം അല്ലെ? ഹിയർ കേൾക്കുന്നു അല്ലെ? എന്നാൽ ഇവിടെ നമുക്ക് ഇതിനൊന്നും സാധിക്കില്ല. കാണാനും കേൾക്കാനോ തൊടാനോ അതിനൊന്നും സാധിക്കില്ല. ജസ്റ്റ് എ ഫീലിങ്സ് അല്ലെ? അതിൽ നിന്നും എന്ത് മാത്രമാണ് നമുക്ക് ഉണ്ടാവുന്നത്? ഫീലിംഗ് മാത്രമേ നമുക്ക് ഉണ്ടാവുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്പി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കുകയില്ല അല്ലെ? ആ ഫീലിംഗ് നമ്മൾ അനുഭവിക്കുന്നതുകൊണ്ട് ഹാപ്പി എന്ന് പറയുന്ന സംഭവം അവിടെ ഇല്ല അല്ലെ? അല്ലെങ്കിൽ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയ സാഡ് എന്ന് പറയുന്ന സംഭവം അല്ലെ? ആ ദുഃഖം എന്ന് പറയുന്നത് അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ദുഃഖത്തെ നമുക്ക് കണ്ണീരിലൂടെയോ നമ്മുടെ ഭാവങ്ങളിലൂടെയോ ഒക്കെ കാണിക്കാനേ പറ്റുള്ളൂ അല്ലെ? പക്ഷേ അതിന്റെ യഥാർത്ഥമായ രൂപം നമുക്ക് കാണിച്ചു കൊണ്ടുവരാനായിട്ടൊന്നും സാധിക്കില്ല. പക്ഷെ അത് ഇല്ല എന്ന് നമുക്ക് അവിടെ പറയാനും പറ്റില്ല അല്ലെ? നമുക്ക് അവിടെ ഒരു അത് നമുക്ക് അവിടെ സ്ഥാപിക്കാൻ പറ്റില്ല അല്ലെ? ഒരു സ്റ്റേറ്റ് ഓഫ് നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാനൊന്നും നമുക്ക് സാധിക്കില്ല. ഇല്ല എന്ന് പ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോ ജസ്റ്റ് അത്തരത്തിലുള്ള നൗൺസിനെയാണ് അബ്സ്ട്രാക്ട് നൗൺ എന്ന് പറയുന്നത്. ഈ രണ്ട് നൗൺസ് മനസ്സിലായല്ലോ? എക്സാമ്പിൾസ് ഹാപ്പി അല്ലെ? ലവ്, ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം അല്ലെ? ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? അബ്സ്ട്രാക്ട് നൗണിന്റെ എക്സാമ്പിൾസ് ആണ്. All are okay? No. Have you any doubts in this part? കോൺക്രീറ്റ് അൺകൗണ്ടബിൾ ആണെന്ന് നമുക്ക് എങ്ങനെയാ മനസ്സിലാവാ? ഈ കോൺക്രീറ്റ് നൗണ് അൺകൗണ്ടബിൾ ആവുന്നത് എങ്ങനെയാ? അതിന്റെ ഒരു കണക്ഷൻ കിട്ടുന്നില്ല. അൺകൗണ്ടബിൾ ആകുന്നത് എങ്ങനെയാണെന്നല്ലേ? അൺകൗണ്ടബിൾ ആകുന്നത് എങ്ങനെയാണെന്ന് അതിന്റെ ഒരു ഇത് കിട്ടണം. കോൺക്രീറ്റ് നൗൺ ഇപ്പൊ മാം ഒരു എക്സാമ്പിൾ ഫ്രിഡ്ജിന്റെ ഇത് പറഞ്ഞു. അപ്പൊ അതൊക്കെ കൗണ്ടബിൾ അല്ലേ? കോൺക്രീറ്റ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വസ്തു. ഇപ്പൊ ഒരു കാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കൗണ്ടബിൾ അല്ലേ? അതല്ല, ഇവിടെ അത് കൗണ്ടബിൾ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത് വി ക്യാൻ ക്വാണ്ടിഫൈ. ഇവിടെ എമൗണ്ടിലാണ് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് അൺകൗണ്ടബിളി പറഞ്ഞത്. സ്വാഭാവികമായിട്ടും വരാവുന്ന ഒരു സംശയം തന്നെയാണെങ്കിൽ പോലും ഇവിടെ അബ്സ്ട്രാക്ട് നൗണും കോൺക്രീറ്റ് നൗണിന്റെയും ഡെഫിനിഷൻ എന്താണെന്നാ പറയുന്നത്? ഡെഫിനിഷനിൽ പറയുന്നത് ആ ഡെഫിനിഷനാണ് ഇവിടെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എടുക്കേണ്ടത്. അവിടെ പറയുന്നത് there is a generating of a physical reality അല്ലെ? ആ ഫിസിക്കൽ റിയാലിറ്റി
നിങ്ങൾക്കുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു എന്താണ് ആ വസ്തുവിന്റെ രൂപം, മൊത്തത്തിലുള്ള ആ രൂപത്തെ കുറിച്ചാണ് പറയുന്നത്. 1, 2, 3 എന്നതിന്റെ എല്ലാം ഇവിടെ കാര്യമെടുക്കുന്നത്. വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി അടുത്ത ക്ലാസ്സിൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് വന്നതെന്ന്. ഓക്കെ, അപ്പോ എന്തായാലും അതിന്റെ ഫിസിക്കൽ റിയാലിറ്റിയെ ബേസ് ചെയ്ത് കൊണ്ടുവരുന്നത് കൊണ്ടാണ് അതിനെ എന്തിലേക്ക് പെടുത്തിയത്, ഫിസിക്കൽ റിയാലിറ്റി മാത്രമാണ് അതില് വരുന്നത് കൊണ്ടാണ് കോൺക്രീറ്റിലേക്ക് വന്നത്. പിന്നെ ബാക്കി ഈ ചോദിച്ചതിന്റെ ഉത്തരം ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് ഒന്നും കൂടി അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പറയട്ടെ. അപ്പോ ഇത് അത്രയും നമ്മള് കഴിഞ്ഞു. ഇനി നമ്മള് വേറെ ആരുടെ അടുത്തേക്ക് ഇനി പോകുന്നത്? നൗണിന്റെ ഭാഗം കഴിഞ്ഞു കേട്ടോ. നൗണിന്റെ കഴിഞ്ഞില്ലേ നമുക്ക്? ഇനി ആരാടുത്തത്? അടുത്തത് നമ്മുടെ പ്രോനൗൺ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ മലയാളം മീനിങ് ഓഫ് പ്രോനൗൺ? സർവ ഓക്കെ ഓക്കെ, സർവനാമം. ഇനി നമ്മള് ഇനി ഈ പറയുന്ന ഈ പ്രോനൗണിനെ എന്തിനു പകരമായിട്ട് ഇനി ഈ പ്രോനൗൺ ഉപയോഗിക്കുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലെ. ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ അല്ലെ, ഇറ്റ് ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ അല്ലെ. ഇറ്റ് ഈസ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ അല്ലെ. ഒരു നൗണിൽ എന്താണ്, നൗണിന് പകരമായിട്ടാണ് എന്തുപയോഗിക്കുന്നത്? പ്രോനൗൺ ഉപയോഗിക്കുന്നത്. ഞാൻ എക്സാമ്പിൾസ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ടീച്ചർ, എന്നാലും ഞാൻ പറയാം. ടീച്ചർ enters the classroom. Teacher keeps her books on the table. വീണ്ടും ഞാൻ ടീച്ചർ എഴുതുകയാണ്. ടീച്ചർ asks the students to pray അല്ലെ. അപ്പൊ ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ടീച്ചർ ടീച്ചർ എന്ന് റിപ്പീറ്റ് ചെയ്തു? 3 times അല്ലെ. 3 times ഞാൻ റിപ്പീറ്റ് ചെയ്തു അല്ലെ. ആദ്യം ഞാൻ ടീച്ചറിന് സ്പെസിഫൈ ചെയ്തതിന് ശേഷം വീണ്ടും ടീച്ചർ ടീച്ചറിന് 2 പ്രാവശ്യം കൂടി റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല അവിടെ അല്ലെ. നമ്മൾ അതിന് പകരമായിട്ടാണ് പ്രോനൗൺ ആയിട്ടുള്ള ടീച്ചർ ഷീ ഓർ ഹി നമുക്ക് ഉപയോഗിക്കാം അല്ലെ. ഷീ അല്ലെങ്കിൽ ഹി നമുക്ക് ആ ടീച്ചറിന് പകരമായിട്ട് ഉപയോഗിച്ചൂടെ? ഇല്ലേ? നമ്മൾക്കത് ഉപയോഗിക്കാം അവിടെ അല്ലെ. അപ്പോ അങ്ങനെ എന്നതാണ് പ്രോപ്പർ നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് ഒരു നൗണിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വേർഡാണ് എന്ന് പറയുന്നത് പ്രോനൗൺ എന്ന് പറയുന്നത്. ഈ പ്രോനൗൺ ആർക്കെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? മനസ്സിലാവാത്തുണ്ടോ? ഒന്നുകൂടി പറയാമോ? ഒന്നുകൂടെ പറയണം മിസ്സേ. പറയാം. ഈ പ്രോനൗൺ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചിത്രയുടെ ഉദാഹരണം തന്നെ എടുത്താൽ നിങ്ങൾ മനസ്സിലാവും. ചിത്ര സിംഗ്സ്. ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. മ്യൂട്ട് ചെയ്ത് വെക്കുക. ഓൾ ഓഫ് യു മ്യൂട്ട് യുവർ മൈക്രോഫോൺസ്. എന്നെ കൊണ്ട് എല്ലാവരും മ്യൂട്ട് ചെയ്യിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കരുത്. ഇംഗ്ലീഷ് ക്ലാസ്സിൽ നിങ്ങളുടെ എല്ലാവരുടെയും റെസ്പോണ്ട് ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു ഇത് ഞാൻ ചെയ്യാത്തത്.
എനിക്കിങ്ങനെ അറിയണം, നിങ്ങളുടെ റെസ്പോണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പഠിക്കണത് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഓൾ മ്യൂട്ട് കൊടുക്കാത്തത്. നിങ്ങൾ അത് തെറ്റിക്കരുത്, എന്നെ കൊണ്ട് അത് ചെയ്യിക്കാൻ ഇടവരുത്തരുത് കേട്ടോ. ഓക്കെ, ചിത്ര സിങ്സ് ഹിയർ. ഹൂ സിങ്സ് ഹിയർ? then we will get that answer. അല്ലെ, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും ചിത്രയാണെന്ന്. ഞാൻ പറഞ്ഞു ചിത്ര സിങ്സ്. ചിത്ര ഈസ് ഡാൻസിങ്. ചിത്ര ഈസ് ഗോയിങ്. ഞാൻ വീണ്ടും വീണ്ടും ചിത്ര എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നു അല്ലെ. ചിത്ര പാടുന്നു, ചിത്ര ഡാൻസ് കളിക്കുന്നു, ചിത്ര പോകുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു അല്ലെ. ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ചിത്രനെ ഞാൻ ഇവിടെ സ്പെസിഫൈ ചെയ്തു അല്ലെ. ഇവിടെ ഞാൻ ചിത്ര എന്ന് സ്പെസിഫൈ ചെയ്തു. എന്നാൽ വീണ്ടും വീണ്ടും സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യകതയുണ്ടോ ഇവിടെ? ഇല്ല അല്ലെ. ആ ആവശ്യകത അവിടെ ഇല്ല അല്ലെ. ദർ ഇസ് നോട്ട് നെസസറി ടു the repetition അല്ലെ. നെസസറി ദ റിപ്പീറ്റേഷൻ ഓഫ് that pronoun, that noun. ആ നൗണിന്റെ റിപ്പീറ്റേഷൻ ഇവിടെ ആവശ്യമേ ഇല്ല അല്ലെ. സോ ഇതിന് പകരമായിട്ട് instead of that noun we can use pronouns she, he, they, you, we, അങ്ങനെ അല്ലെ. ഒരുപാട് പ്രോനൗൺസ് ഇതിലുണ്ട് അല്ലെ. ഇതൊക്കെ പ്രോനൗണുകളാണ്. ഇതിൽ നമുക്ക് ഏത് ഉപയോഗിക്കാം? ചിത്ര പെണ്ണായതുകൊണ്ട് നമുക്ക് എന്തുപയോഗിക്കാം? ഏത് പ്രോനൗൺ നമുക്ക് ഉപയോഗിക്കാം? കേട്ടോ, നിങ്ങൾ എന്ത് പറയുന്നത് കേട്ടോ? ഷീ, അവൾ അല്ലെ. നമ്മള് സംസാരിക്കുമ്പോ അങ്ങനെയല്ലേ, ചിത്ര പാടുന്നു, അവൾ ഡാൻസ് കളിക്കുന്നു, അവൾ പോകുന്നു, അങ്ങനെയല്ലേ പറയുള്ളൂ അല്ലേ. അപ്പൊ ഇവിടെ എന്ത് ഉപയോഗിക്കുന്നു? ഷീ ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം? ഷീ അല്ലെ. ചിത്ര സിങ്സ്. ഷീ ഈസ് ഡാൻസിങ്. വീണ്ടും പറയാം, അല്ലെങ്കിൽ ഡാൻസിങ്. ഷീ ഈസ് ഗോയിങ് അല്ലേ. മനസ്സിലായോ? ഇനി ആരെങ്കിലും ഒരാള് ഒരു എക്സാമ്പിള് ഒന്ന് പറഞ്ഞേ ഇതേപോലെ. മിസ് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ടീച്ചർ എന്നുള്ളത് ഇപ്പൊ നൗൺ ആയിട്ട് കൂട്ടു? ടീച്ചർ ടീച്ചർ നൗണാണ്. പറഞ്ഞോളൂ. രാജു ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. പിന്നെ ഇനി രാജുവിനെ തന്നെ വീണ്ടും പറയാൻ പറ്റൂലേ? രാജു ഈസ് വെയറിംഗ് ഷൂസ്. ഗുഡ് പ്ലെയർ. രാജു ഈസ് വെയറിംഗ് ഷൂസ് അല്ലേ. രാജു ഈസ് ഗുഡ് പ്ലെയർ. രാജു റീഡിംഗ് ബുക്സ്. രാജു ഈസ് റീഡിംഗ് ബുക്സ്. നമ്മ വീണ്ടും വീണ്ടും രാജുവിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് ഉടനെ തന്നെ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം കേട്ടോ. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നത് അവർക്ക് കേൾക്കില്ല കേട്ടോ. രാജു ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്. രാജു ഈസ് വെയറിംഗ് ഷൂസ്. രാജു ഈസ് റീഡിംഗ് ബുക്സ് അല്ലെ. വീണ്ടും വീണ്ടും രാജുവിനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു അല്ലെ. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ രാജുവിനെ ഇവിടുന്ന് റീപ്ലേസ് ചെയ്യണ്ടേ? രാജുവിനെ ഇവിടുന്ന് കളയണ്ടേ? വേണം അല്ലെ. രാജുവിനെ പറഞ്ഞു കഴിയുമ്പോ അവിടെ എന്ത് ഞാൻ ചേർക്കണം? ഹീ അല്ലേ. അപ്പൊ എല്ലാവരും ഒന്ന് മനസ്സിലൊന്ന് വായിച്ചേ. ഇത് ഹീ ചേർത്ത് വെച്ചിട്ട് മനസ്സിൽ വായിക്കാട്ടോ. മ്യൂട്ട് ചെയ്യണേ.
ടീച്ചറെ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ, ആ, ടീച്ചറെ നമ്മള് ഡേ ചേർക്കില്ല, അന്നേരം ഒന്നിൽ കൂടുതൽ ആൾക്കാരെ വെച്ചിട്ടുള്ള ഒരെണ്ണം കൂടി ഒന്ന് പറയാവോ? പറയാം കേട്ടോ. ഓക്കെ. ഇത് വായിച്ചു കഴിഞ്ഞോ? യെസ് മാം. Yes, ma'am. Yes, ma'am. Yes, ma'am. ആ, ഓക്കെ. എന്തെന്നാ ഉദാഹരണം പറയണ്ടേ? ചിൽഡ്രൻസ് പ്ലേയിങ്. ആ, മതി. ചിൽഡ്രൻ കേട്ടോ, ചിൽഡ്രൻസ് എന്ന് പറയൂല കേട്ടോ. ചിൽഡ്രൻ ഓക്കെ മാം. ആർ പ്ലേയിങ്. ഓക്കെ മാം, മനസ്സിലായി. 6 വരൂലേ അവിടെ? 6 വരും. ഒന്നിൽ കൂടുതൽ 6 വരും. ചിൽഡ്രൻ ആർ പ്ലേയിങ്. അപ്പം മിസ് അന്നേരം ഡേ 6 കൊടുക്കണം അല്ലേ? ചിൽഡ്രൻ ആർ റീഡിങ് അല്ലേ? ചിൽഡ്രൻ ആർ ഡ്രോയിങ് അല്ലേ? കുട്ടികൾ എന്ത് ചെയ്യുന്നു? കുട്ടികൾ കളിക്കുന്നു, കുട്ടികൾ വായിക്കുന്നു, കുട്ടികള് വരയ്ക്കുന്നു അല്ലെ? ഈ ചിൽഡ്രൻ എന്നത് എന്താണ്? ചൈൽഡിന്റെ എന്താണ്? പ്ലൂരൽ ഫോം ആണ് ചിൽഡ്രൻ അല്ലേ? അപ്പൊ എസ് ഒരിക്കലും ചേർക്കാൻ പാടില്ല കേട്ടോ. ചിൽഡ്രൻസ് ചേർക്കരുത് കേട്ടോ. ചിൽഡ്രൻസിന് എപ്പോഴാ ചേർക്കേണ്ടത്? അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എസ് ചേർക്കാം അല്ലെ? അതായത് കുട്ടികളുടെ എന്നർത്ഥം വരുമ്പോ മാത്രമായിരിക്കണം എന്ത് ചേർക്കേണ്ടത്? ചിൽഡ്രൻസ് അല്ലെ? അതാണ് ചിൽഡ്രൻസ് ഡേ എന്ന് പറയൂലേ, കുട്ടികളുടെ ദിവസം കേട്ടോ. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ചിൽഡ്രൻസ് എന്ന് ഒരിക്കലും പറയരുത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഇവിടെ? ചിൽഡ്രൻ എന്ന് പറയുമ്പോ എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ടല്ലേ? ഒന്നിൽ കൂടുതലില്ലേ? ഒന്നിൽ കൂടുതൽ ഉള്ളതുകൊണ്ട് എന്തെന്ന് പറയണം? കുട്ടികൾ കളിക്കുന്നു, അവർ വായിക്കുന്നു. ദേ അല്ലെ? പകരമായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? ദേ ഉപയോഗിക്കാം. ദേ ആർ റീഡിങ്, ദേ ആർ ഡ്രോയിങ് അല്ലെ? അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം അല്ലെ? ഒക്കെ കൂടെ ചിൽഡ്രൻ ആർ പ്ലേയിങ് എന്താണ്? ദേ ആർ റീഡിങ് ആൻഡ് ഡ്രോയിങ് കൂടെ. നമുക്കിത് ഈ ചിൽഡ്രൻ ആർന്നങ്ങട് മാറ്റി കഴിഞ്ഞിട്ട് ഇവിടെ ആന്റി ചേർത്തോടത്തൂടെ അല്ലെ? കറക്റ്റായി വീണ്ടും ഈ എഴുതേണ്ട ഒരു ആവശ്യകതയും നമുക്ക് അവിടെ ഇല്ല കേട്ടോ. അങ്ങനെ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചിട്ടൊന്നും വരാനും പോണില്ല കേട്ടോ. തെറ്റൊന്നും പറയാൻ പറ്റൂല കേട്ടോ. നമ്മള് എന്ത് വെച്ചിട്ട്? കൺജങ്ഷൻ വെച്ചിട്ട് കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, കൂട്ടി യോജിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? ആർക്ക് സംശയമൊന്നുമില്ലല്ലോ? പ്ലൂരൽ എല്ലാം വരുമ്പോഴ് പ്ലൂരലില് എല്ലാം 6 ആയിരിക്കും വന്നത്. സിംഗുലർ ആണെങ്കിൽ എന്ത് വരും? ഈസ് വരും കേട്ടോ. ഐ ആണെങ്കിൽ പ്രത്യേകം ആം വരും കേട്ടോ. സിംഗുലർ ആണെങ്കിൽ ഈസ്, പ്ലൂറൽ ആണെങ്കിൽ 6, ഐ വരികയാണെങ്കിൽ ആം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് പ്രോനൗണില് നമുക്ക് പേഴ്സണൽ പ്രോനൗണിനെ കുറിച്ച് പഠിക്കാം. പേഴ്സണൽ പ്രോനൗൺ കേട്ടോ. ടൈപ്സ് ഓഫ് പ്രോനൗണിൽ ആദ്യത്തെ എന്താണ്? പേഴ്സണൽ പ്രോനൗൺ ആണ്. ഈ പേഴ്സണൽ പ്രോനൗൺ എന്ന് വെച്ച് കഴിഞ്ഞാല് 3 ടൈപ്പ് ഓഫ് പേഴ്സൺസ് ആർ ഹിയർ. 3 ടൈപ്പ് പേഴ്സൺസ് ആണ് എവിടെയുള്ളത്? പേഴ്സണൽ പ്രോനൗൺസില് ഉള്ളത് അല്ലെ? ഈ 3 ടൈപ്പ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ 3 ടൈപ്പ് ആണോ? പഠിച്ചിട്ടുണ്ടോ 3 ടൈപ്പ്? 3 ടൈപ്പ് പേഴ്സൺസിനെ കുറിച്ച്? വെരി ഗുഡ് അല്ലേ? അതായത് ഫസ്റ്റ് പേഴ്സൺ അല്ലേ? ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ അല്ലേ? അങ്ങനെ 3 വ്യക്തികളാണ് നമുക്ക് ഇവിടെ ഇംഗ്ലീഷ് ഗ്രാമറിൽ 3 പേഴ്സൺസ് ആണുള്ളത് അല്ലേ?
ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ. അതില് ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം. എന്തായാലും ഐ വരും. ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ളവരട്ടോ. ഐ, വി, ഐ, പിന്നെന്താ വന്നത്? ഞാൻ, നിങ്ങൾ, ഔർ അല്ലെ, ഞങ്ങളുടെ, ഔസ്, ഔർ ഞങ്ങൾ, ഞങ്ങളുടെ. പിന്നെ വരുന്നത് യു വരില്ല, യു ഒക്കെ പിന്നെ വരുള്ളൂ കേട്ടോ. മീ വരും, എനിക്ക് എന്നുള്ളത് വരും, അസ് വരും, ഞങ്ങളുടെ എന്നുള്ളത്, മൈൻ വരും, എന്റേത് എന്നുള്ളത് വരും, മൈ വരും. ഇതൊക്കെ എന്താണ്? ഈ കാണുന്നൊക്കെ ഫസ്റ്റ് പേഴ്സൺ ആണ് അല്ലെ. ഈ ഐയുടെ പ്രത്യേകത എന്താണ്? ഐക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഈ ഫസ്റ്റ് പേഴ്സൺ ഐ ഫസ്റ്റ് പേഴ്സൺ ആയത് എന്തുകൊണ്ടാണ്? പ്രത്യേകം വെറുതെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടാണോ ഐനെ? കിടക്കട്ടെ. ഐ സിംഗുലർ ആയതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഞാൻ അല്ലേ? അല്ല, വലാറൊക്കെ പാടിയ പോലെ ഞാൻ എന്ന ഭാവങ്ങളെ സുര ഹൃദയത്തിൽ അല്ലെ, ഭാവങ്ങളെ മാത്രം പറയുന്നതുകൊണ്ടാണ്. എന്താണ്? ഒരാളെ കുറിച്ച് മാത്രം പറയുന്നുണ്ട്. ഒറ്റാളെ കുറിച്ച് മാത്രം പറയണകൊണ്ടല്ല, ഞാൻ എന്ന ഭാവം എന്താണ്? പൊസസീവ്നെസ് ആണത്. മനസ്സിലായോ? ആർക്ക് പൊസസീവ് ഉണ്ട്? ഐ അല്ലേ? എനിക്ക് എന്നാണ് ഈ പറയുന്ന എല്ലാവർക്കും. ഈ ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും എന്തുണ്ട്? പൊസസീവ് ആണ് അല്ലേ? ഞാൻ കഴിഞ്ഞിട്ടുള്ള ആര് അല്ലേ? എനിക്ക് പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞിട്ടല്ലേ മറ്റുള്ളവർക്ക് കൊടുക്കുള്ളൂ. അങ്ങനെയാണോ നിങ്ങളൊക്കെ? അല്ലെ മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണോ തനിക്ക് പ്രാധാന്യം കൊടുക്കുന്നത്? എനിക്കൊരു പൊസസീവ്നെസ്സും ഇല്ല, അങ്ങനെ ഉണ്ടോ? അല്ല, ഇല്ല അല്ലേ? എപ്പോഴും ഞാൻ അല്ലേ? ഞാൻ കഴിഞ്ഞിട്ട് മതി അല്ലേ? ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് വെച്ചേക്കാണ്, താഴ്ച വലഞ്ഞിരിക്കുന്നു അല്ലേ? ഏറ്റവും ആദ്യം ആര് കുടിക്കണം? ഞാൻ കുടിച്ചിട്ട് നീ കുടിച്ചാൽ മതി എന്ന് പറയും അല്ലേ? എല്ലാം അല്ലേ? എന്ത് കിട്ടിയാലും അത് എന്താണ്, എന്തൊക്കെ ഇത് ചെയ്താലും അത് ആർക്ക് കിട്ടണം? എല്ലാവരും വിചാരം അതാണ്, എനിക്ക് കിട്ടണം അല്ലേ? ഞാൻ കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവര് അല്ലേ? അതാണ്. ഈ വി എന്തുകൊണ്ട് ഫസ്റ്റ് പേഴ്സൺ ആയി? അയ്യനെ പിന്നെ അഹം എന്താണ് ആ ഭാവമുള്ളത് കൊണ്ടാണ്. അതായത് അഹം എന്നുള്ള ഭാവം ഉള്ളത് കൊണ്ടാണ് ഐ ഫസ്റ്റ് പേഴ്സൺ ആയത്. അഹം എന്ന ഭാവം, ഞാനെന്ന ഭാവം ഉള്ളത് കൊണ്ടാണ് അതിനെ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് വെച്ചിരിക്കുന്നത്. അങ്ങനെ വി എന്ന് പറയുന്നത് ഫസ്റ്റ് പേഴ്സൺ ആവുന്ന കാര്യമുണ്ടോ? ഞങ്ങൾ എന്ന് പറയുന്നത് നമ്മളുള്ള കാരണമാണ്. അതിന് ഇൻക്ലൂഡിങ് അതന്നെ, ഞാനുണ്ടെങ്കിലല്ലേ വിക്ക് പ്രാധാന്യമുള്ളൂ, ഞങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ? അതിനകത്ത് ഞാനുണ്ട് അല്ലേ? ഇതിനകത്ത് ഞാനുണ്ട്. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? ഈ പറഞ്ഞ ഞാനുണ്ട് അല്ലേ? ഔസ് എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ എന്ന് പറഞ്ഞാലും അവിടെ ഞാനുണ്ട്. മീ എന്ന് പറഞ്ഞാൽ അവിടെ ഞാനുണ്ട്. ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ അവിടെ ഞാനുണ്ട്. മൈ എന്ന് പറയുമ്പോൾ അവിടെ ഞാനുണ്ട്. മൈ എന്ന് പറയുമ്പോൾ അവിടെയും ഞാനുണ്ട് അല്ലെ? അതുകൊണ്ടാണ് ഇതൊക്കെ ഫസ്റ്റ് പേഴ്സൺ ആയത് കേട്ടോ. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇവരൊക്കെ ഫസ്റ്റ് പേഴ്സൺ ആയി കിടക്കണതിന്റെ കാര്യം എന്താന്ന് ചോദിച്ചാൽ ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാരണം. അപ്പൊ ഐ എന്നുള്ള എന്താണ് ആ ഒരു ഞാനെന്ന ഭാവമുള്ളത് കൊണ്ട് തന്നെയാണ് ഐനെ എവിടെ കൊണ്ടുപോയിട്ടിരിക്കുന്നത്? ഫസ്റ്റ് പേഴ്സൺ ആയത് അല്ലെ? ഈ ഐയില് പിയിലും ഔട്ടിലും അവേഴ്സിലും മീയിലും അസിലും മൈലിലും മൈയിലൊക്കെ ആരുണ്ട്? ഈ പറയുന്ന ഐ ഉള്ളത് കൊണ്ടാണ് ഇവയെല്ലാം ഫസ്റ്റ് പേഴ്സൺ ആയത് അല്ലേ? ഓക്കെ. പിന്നെ ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഇതില് മൈസെൽഫ് വരുമോ? മോനെ മൈസെൽഫ് വരും. എപ്പോഴാന്നറിയോ? കുറച്ചും കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ കേട്ടോ. അപ്പൊ ടീച്ചർ പറഞ്ഞോളാം മൈസെൽഫ് എപ്പോഴാ വന്നത് എന്നൊക്കെ പറയാം കേട്ടോ. ഓക്കെ. ഇനി സെക്കൻഡ് പേഴ്സൺ ആണ് ആര്?
ഞാൻ കഴിഞ്ഞിട്ടുള്ള ആര്? യു. ആ നീ അല്ലേ? ഞാൻ കഴിഞ്ഞിട്ട് മതി നീ അല്ലേ? നീ കഴിഞ്ഞിട്ട് മതി അവര്. അങ്ങനെ കേട്ടോ പോക്ക് കേട്ടോ. ഞാൻ കഴിഞ്ഞിട്ട് മതി നീ, നീ കഴിഞ്ഞിട്ട് മതി അവൻ അല്ലെങ്കിൽ അവൾ കേട്ടോ. അപ്പൊ സെക്കൻഡ് പേഴ്സൺ ആരാണ്? യു, യുവർ, യുവേഴ്സ് അല്ലേ? ആ നീ, നിങ്ങളുടെ, നിങ്ങളുടേത് അല്ലെ? ഇതൊക്കെ പറയുന്നത് അവിടെ നീ ഉണ്ടല്ലാത്തിനും അല്ലെ? അപ്പൊ അതൊക്കെ സെക്കൻഡ് പേഴ്സൺ ആണ് അല്ലെ? ഇനി തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കും? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ, നിങ്ങൾ, അവർ അല്ലെ? അവൻ അല്ലെങ്കിൽ അവൾ അല്ലെ? അപ്പൊ ആരൊക്കെയാണ്? ഇത്ര ഓർത്താൽ മതി. ഇവരെ ഓർക്കാനായിട്ട് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ പ്രോണൗൺ ഓർക്കാൻ ഞാനും നിങ്ങളും അവരും കേട്ടോ. ഞാനും നിങ്ങളും അവരും വരുന്നതാണ് ഈ 3 പേഴ്സൺസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോ അവിടെ ഹി, ഷീ, ഹർ, ഹിം, പിന്നെ ദേ, ദം അല്ലെ? ഇറ്റ്, ഇറ്റ്സ്, ഇത്രയൊക്കെ അല്ലേ? ഇതൊക്കെ അതില് പെടും. ഇതെല്ലാം എന്താണ്? 3 പേഴ്സൺസിലും പെടുന്ന ആളുകളാണ് ഇവരൊക്കെ. അവനും അവളും അവളുടെയും അവന്റെയും അവരുടെയും ഒക്കെ അതിന്റെ ഒക്കെ പെടുന്നത് ഏത് പേഴ്സണിലാണ്? തേർഡ് പേഴ്സൺ. എന്തിലാണ്? തേർഡ് പേഴ്സൺ. ഓക്കെ ആയോ എല്ലാവരും ഇപ്പോ? ഓക്കെ. ഇനി എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. എല്ലാവർക്കും ആർക്കും സംശയമില്ല അല്ലെ? എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പറഞ്ഞോളൂ, ചോദിച്ചോളൂ. പഠിച്ചതില് നമ്മള് ദേ കൊടുക്കുമ്പം അല്ല ഒന്നിൽ കൂടുതൽ ദേ ചേർത്തു എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മളിപ്പോ നമ്പേഴ്സ് വെച്ചിട്ട് ഇപ്പൊ 2 birds are fly അങ്ങനെ പറയത്തില്ലേ? അങ്ങനെ നമ്പർ വെച്ച് നമുക്കത് ചെയ്യത്തില്ലേ? 2 birds are flying അല്ലേ? അപ്പൊ ദേ ചേർക്കാം, അല്ലെങ്കിൽ അവ എന്ന് ചേർക്കാം കേട്ടോ. വേണമെങ്കില് പറഞ്ഞോളൂ. ദേ ആർ ഫ്ലൈയിങ് അല്ലേ? നമ്മൾ പറയല്ലേ പക്ഷികൾ അല്ലെ? പറക്കുന്നു, അവരുടെ ഭക്ഷണം തേടി പോകുന്നു അല്ലേ? അങ്ങനെയൊക്കെ പറയില്ലേ? അപ്പോ ആ ഒരു ദേ എന്നുള്ളത് നമുക്ക് അവിടെ ചേർക്കാം കേട്ടോ. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇപ്പം നമ്മള് പ്രൊനൗൺ ചേർക്കുമ്പോ ഫസ്റ്റ് അതിന് മുന്നേ നൗൺ സ്പെസിഫൈ ചെയ്തതിന് ശേഷമല്ലേ നമുക്ക് പ്രൊനൗൺ ചേർക്കാൻ പറ്റുള്ളൂ? ആണെങ്കിൽ പോലും പ്രൊനൗൺ ചേർക്കുന്നത് നമ്മളത് സ്പെസിഫൈ ചെയ്തതിന് ശേഷമുള്ള നമ്മളത് ചെയ്യാറുള്ളൂ. അതൊക്കെയാണ്, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? ആദ്യം അയാളെ കുറിച്ച് നമ്മൾ അറിയണ്ടേ, ആരെ കുറിച്ചാണ് പറഞ്ഞതെന്ന് അറിയണം അല്ലെ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലതാജി ഈസ് എ ഫേമസ് സിംഗർ, ഫേമസ് ഇന്ത്യൻ സിംഗർ എന്ന് പറയുന്നു അല്ലെ? ലതാജിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ഫേമസ് സിംഗർ ആണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിന് ശേഷമാണ് എന്ത് പറയാൻ പറ്റുള്ളൂ? ഷീസ് എ എന്ത് പറയാൻ പറ്റുള്ളൂ? ഷീ വോൺ പത്മഭൂഷൺ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ? മനസ്സിലായോ? രണ്ടാമത്തെ സെന്റൻസിൽ എനിക്ക് പറയാം. ഇപ്പൊ ഞാൻ ആരെ കുറിച്ച് എന്ന് പറഞ്ഞു എന്ന് സ്പെസിഫൈ നേരത്തെ ചെയ്തിട്ടുണ്ടായിരിക്കും. വീണ്ടും അതിന്റെ റിപ്പീറ്റേഷൻ നമുക്ക് ഉണ്ടാവില്ല എന്ന് മാത്രം. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം? ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എന്താണ്? പാർട്സ് ഓഫ് സ്പീച്ച്, നൗണ്, പ്രൊനൗൺസ്, വെർബ് അതൊന്ന് പറഞ്ഞുതരുമോ? ഓർഡർ ആയിട്ട് ഒരു 9 കണ്ടത്. ഞാൻ നോട്ട് തന്നിട്ടുണ്ട്. നോട്ട് കിട്ടിയിട്ടുണ്ടോ മോൾക്ക്? ഇല്ല, ഞാൻ ഇന്നലെ ചേർന്നിട്ടേ ഉള്ളൂ. അപ്പൊ അത് നോട്ട് ഉണ്ട്. ആ നോട്ടില് ടീച്ചർ കറക്റ്റ് ആയിട്ട് എല്ലാത്തിന്റെയും ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ നോക്കണം കേട്ടോ. അപ്പൊ അതിലൊന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം ചോദിച്ചതാണ്. അതിൽ കംപ്ലീറ്റ് ആയിട്ടില്ലേ നോട്ടില്? ഇല്ല, അല്ല ഞാന് ഇപ്പൊ പറഞ്ഞതിൽ എഴുതിയപ്പോഴേ അതില് ഞാൻ പറയാം. നൗൺ ഞാൻ നോക്കിയിട്ടില്ല.
ആ ഞാൻ പറയണൊന്ന് ശ്രദ്ധിക്കും. നൗൺ, ആ. പ്രോനൗൺ, വെർബ്. നൗൺ പ്രോനൗൺ കഴിച്ച അഡ്ജക്റ്റീവ് എഴുതിക്കോ. അതേ എല്ലാ നാമങ്ങളുടെ ഇത് കഴിയട്ടെ. ആ ആ നൗൺ നാമം, പ്രോനൗൺ സർവനാമം, അഡ്ജക്റ്റീവ് നാമവിശേഷണം, അതായിട്ട് വെർബ് ക്രിയ, ആഡ്വെർബ് സഹായക്രിയ, പ്രപ്പോസിഷൻ ഇത് ഗദ്യവാക്യങ്ങള്, പിന്നെ കൺജങ്ഷൻ ആൻഡ് ബിറ്റ്വീൻ, ഇതൊക്കെ ഇത് ചെയ്യുന്നത് പ്രപ്പോസിഷൻ, കൺജങ്ഷൻ ആൻഡ് ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ എന്ന് വെച്ചാല് നമ്മൾ പറയില്ലേ അലാസ് അല്ലെ, അത്ഭുതമായിരിക്കുന്നു എന്നൊക്കെ പറയില്ലേ, അതിനെയാണ് അതിനെ പറയുന്നത് കേട്ടോ. ഓക്കെ, ശരിയാണ് എല്ലാവരും. ഇനി വേറെ ആദ്യ ക്ലാസ്സാ ഇപ്പൊ ഉള്ളത്? ആദ്യ ക്ലാസ്സാ ഉള്ളത് ഇപ്പൊ? ഇനി ആരുടെ ഇല്ല. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. ഓക്കെ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ കേട്ടോ. അടുത്ത ക്ലാസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ഓക്കെ. അതൊക്കെ അവിടെ ചോദിക്കണം കേട്ടോ. അതൊക്കെ ചെയ്തത് ശരി. ഓക്കെ എന്നാല്. ഓക്കെ ഓക്കെ. താങ്ക് യു മാം. 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 താങ്ക് യു മാം.